ILPS എളങ്ങുന്നപ്പുഴ ഉപജില്ലാ പ്രവേശനോത്സവം നടന്നു. എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രസികത പ്രിയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീമതി ഷൈനാമോൾ സ്വാഗതം പറഞ്ഞു. ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സരിത സനൽ ഉദ്ഘാടനം ചെയ്തു. എളങ്ങുന്നപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി തെരേസ വോൾഗ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്യാമള ഷിബു, ശ്രീമതി പാരിജ ഫ്രാൻസിസ്, KS രാധാകൃഷ്ണൻ, ബിനീഷ് കുമാർ, ആകാശ് TS എന്നിവർ ആശംസകൾ അർപ്പിച്ചു. SLC ഫുൾ A+ വിദ്യാർത്ഥികളെ ആദരിച്ചു. പ്രധാന അധ്യാപിക സുശീല KP കൃതജ്ഞത പറഞ്ഞു. ഉത്സവമാണെന്നല്ലേ പുതിയ കുഞ്ഞുമക്കള് സ്കൂളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഇന്ന് വന്നപ്പോ ഒരു നക്ഷത്രം കിട്ടിയോ? രാവിലെ ഒരു നക്ഷത്രം തന്നല്ലേ നിങ്ങളെ എത്തിച്ചത് ഇല്ലേ? അപ്പൊ എവിടെയൊക്കെ കയ്യിലുണ്ടല്ലോ, അതൊന്നും എടുത്തേ. എല്ലാരും എടുത്തേ. കിട്ടിയില്ല, കിട്ടിയവരൊക്കെ ഒന്ന് എടുത്തേ. അതിലേ അതൊരു നക്ഷത്രത്തിന്റെ ആകൃതിയാണ്, മനസ്സിലായില്ലേ? അതിലെ ഒരു അക്ഷരം എഴുതിയിട്ടുണ്ട്. അത് ആരെങ്കിലും കണ്ടോ? ഏതക്ഷരാണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞേ. എല്ലാരും പറയും, എല്ലാരും പറയും. എല്ലാവർക്കും ലായാണോ കിട്ടിയിരിക്കുന്നത്? എല്ലാ അക്ഷരങ്ങളും നോക്കണം കേട്ടോ. നോക്കിയോ എല്ലാരും? പിന്നെ നിങ്ങൾക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയില്ലേ? ഒത്തിരി സമ്മാനങ്ങൾ കിട്ടിയില്ലേ? ഇതിനേക്കാൾ വലിയ സമ്മാനം വാങ്ങാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, അറിയാമോ? അപ്പൊ ഇവിടെ പുതിയതായിട്ട് വന്ന കുഞ്ഞുമക്കൾക്ക്, അതുപോലെ തന്നെ ഇവിടെ പഠനം തുടർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾക്കും എന്റെ ആശംസകൾ നേരുകയാണ്. ആദ്യമേ തന്നെ പാട്ടിഷ്ടാണോ? പാടാൻ ഇഷ്ടാണോ? അപ്പൊ നമുക്കൊരു പാട്ടിലൂടെ തുടങ്ങിയാലോ? എന്റെ കൂടെ പാടോ? അപ്പൊ റെഡിയാണല്ലോ. പാട്ട് നിങ്ങളെ കുറിച്ചാണ് കേട്ടോ. ആരെ കുറിച്ചാണ് പാട്ട്? നിങ്ങളെ കുറിച്ചാണ് പാട്ട്, എന്നെ കുറിച്ചൊന്നുമല്ല, ഇവിടുത്തെ ടീച്ചർമാരെ കുറിച്ചല്ല, നിങ്ങളെ കുറിച്ചാണ്. അപ്പൊ കേട്ടിരിക്കൂലേ? കൂടെ പാടൂലേ? കുഞ്ഞിക്കുരുവികളെ, കുഞ്ഞാറ്റക്കുരുവികളെ, പാടിപ്പറന്നു കൊണ്ടാടിപ്പറന്നു കൊണ്ടീ മരക്കൊമ്പിൽ വായോ, ഈ മരക്കൊമ്പിൽ വായോ. നല്ലത് മനസ്സിലായ? എന്ത് മനസ്സിലായി? കുഞ്ഞിക്കുരുവികളെ. ആരാണ് കുഞ്ഞിക്കുരുവികള്? നിങ്ങളാണല്ലേ കുഞ്ഞാറ്റക്കുരുവികളെ. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പുതിയ പദ്ധതിയുണ്ട്, അതായത് SSA അക്കൗണ്ട്. അതിനെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ച് അറിയാത്തവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നമ്മുടെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷമാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതൊരു അക്കൗണ്ടാണ്. നമുക്ക് 21 വർഷത്തേക്ക് ഈ അക്കൗണ്ടിൽ പൈസ നിക്ഷേപിക്കാം. എന്നിട്ട് നമുക്ക് 21 വയസ്സ്, അതായത് ഒരു പെൺകുട്ടി 10 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടിക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. 21 വർഷത്തിന് ശേഷം പലിശയോടുകൂടി നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് കുട്ടിയുടെ ഭാവി പഠനത്തിനോ വിവാഹത്തിനോ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. 21 വർഷം എന്നുള്ളതൊരു ദീർഘമായ കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ, അതായത് നമ്മൾ അക്കൗണ്ട് തുടങ്ങി 15 വർഷം കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പകുതി എമൗണ്ട് എടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിൽ അതിഥികളായി എത്തിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന വർണ്ണാഭമായ നിറപ്പകിട്ടുകൾ എന്നും സ്കൂളിന് ഒരു പുതുമ തന്നെയാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഒരുക്കുവാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഈ പ്രകടനങ്ങളെല്ലാം തന്നെ എന്നും നിറസാധ്യതമായി നിൽക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയ അധ്യാപകരും രക്ഷിതാക്കളും പഞ്ചായത്ത്
അത്രയും സ്നേഹിക്കുന്നുണ്ട്. അവർക്ക് ഇന്നൊരു ദിവസം മാത്രമാകാതെ അവരുടെ സ്കൂൾ ജീവിതം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സന്തോഷവും സ്നേഹവും നിലനിൽക്കട്ടെ. അപ്പോൾ മാത്രമേ പ്രവേശനോത്സവം എന്നത് സാർത്ഥകമാകുകയുള്ളൂ. അവർക്ക് വേണ്ടിയാണ് നാം ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത് തന്നെ. അവരുടെ ഊർജവും ജീവനുമാണ് ഈ സ്കൂളുകൾ. എന്നും അവർക്ക് സന്തോഷത്തോടെ പുതുമയോടെ വരുവാൻ ഈ സ്കൂളുകൾ ടീച്ചർ പാട്ട് പാടി നിങ്ങളെ സന്തോഷിപ്പിക്കും. എല്ലാവരും റെഡിയല്ലേ? പാട്ട് കേൾക്കാനും ടീച്ചറൊപ്പം പാട്ട് പാടാനും റെഡിയാണോ? ടീച്ചർ ഒരു ഇത്തിരി കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കോളൂ എല്ലാവരും. ഒച്ച ഉണ്ടാക്കില്ലല്ലോ. അപ്പം ഞാനിപ്പോ സർവീസിൽ കയറിയിട്ട് പ്രൈമറി വിഭാഗത്തിൽ 27 വർഷവും ഹൈസ്കൂൾ വിഭാഗത്തിൽ 3 വർഷം, അപ്പൊ മൊത്തം 30 വർഷത്തെ സർവീസ് ഏതാണ്ട് പൂർത്തീകരിക്കാൻ പോവുകയാണ്. എന്റെ സർവീസിലെ അവസാനത്തെ പ്രവേശനോത്സവം കൂടിയാണിത്. അതുകൊണ്ട് തന്നെയാണ് HM കോൺഫറൻസിൽ എല്ലോ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചാടി കയറി പറഞ്ഞു, ടീച്ചറെ ഞാൻ നിർത്തിക്കോളാം. അപ്പം ഒരു 6 വർഷമായിട്ട് HM ആയിട്ട് 6 വർഷത്തോളം, 5 വർഷം കഴിഞ്ഞു, 6 വർഷത്തോളമായി HM ആയിട്ടും സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു. അതിപ്പോൾ ഈ വർഷം ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചെറിയ സന്തോഷം കൂടിയുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാനായിട്ട്, പഠിക്കാനുമായിട്ട് ഒരു പാർക്ക് നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. അത് ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ഉദ്ഘാടനം നടത്താൻ പറ്റും. ഇപ്പൊ ഫണ്ട് മുഴുവൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ നമ്മളിതിന്റെ ഉദ്ഘാടനം നടത്താമെന്നാണ് വിചാരിച്ചത്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും, എല്ലാ കൂട്ടുകാരന്മാർക്കും, എൻ്റെ അധ്യാപകർക്കും ആശംസകൾ നേരുന്നു. നമ്മുടെ 2024-25 അധ്യയനത്തിലേക്കുള്ള പ്രവേശനോത്സവത്തിൻ്റെ സബ് ജില്ലാ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജാസനൻ, ബഹുമാനപ്പെട്ട നമ്മുടെ വൈപ്പിനെയോ ബ്ലോക്ക് മെമ്പർ ശ്യാമള ഷിബു, നമ്മുടെ BRC മെമ്പർ പാർട്ടി ടീച്ചർ കെ ശാലകൃഷ്ണൻ,
ചേട്ടൻ, വാർഡ് മെമ്പർ സുരേഷ് കുമാർ, ചെന്ന സുശീല ടീച്ചർ, മറ്റു വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന വ്യക്തികളെ, നമ്മുടെ 2024-25 അധ്യയന വർഷത്തിൻ്റെ സംസ്ഥാന ഉദ്ഘാടനം എറണാകുളം ജില്ലയിലെ എളമക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ 2024-25 അധ്യയന വർഷം വളരെ സന്തോഷത്തിൻ്റെ ഒരു വർഷമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത് അനുഭവം മാത്രമാണ് നമുക്കത് യാഥാർത്ഥ്യമാക്കാവുന്ന 3 സന്തോഷത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അതിലൊന്നായിട്ട് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ സബ്ജില്ലാ പ്രവേശനോത്സവം നമ്മുടെ സ്കൂളിന് നടത്തുവാനുള്ള അനുമതി കിട്ടിയതും, രണ്ടാമത്തെ സന്തോഷമുള്ള ഭാഗമെന്ന് വെച്ചാൽ നമ്മുടെ ഭരണകൂടാരം പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം തന്നെ 90% പൂർത്തിയായി കഴിഞ്ഞു. വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങൾ കേരളത്തിലെമ്പാടും എല്ലാ സ്കൂളുകളിലും വലിയ ആനന്ദവും സന്തോഷവും അലയിച്ചുയരുന്ന സന്ദർഭമാണ്. നമുക്ക് അഭിമാനിക്കാം, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം എറണാകുളം ജില്ലയിൽ എളമക്കര ഹൈസ്കൂളിൽ നടക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അവിടെ ആ ശ്രേഷ്ഠമായ ചടങ്ങിൽ സംബന്ധിക്കുന്നു. ഇവിടെ നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ഈ വിദ്യാഭ്യാസ രീതി കേരളത്തിന്റെ മാത്രം സമ്പത്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. കേരളം ഒഴിച്ച് ഇന്ത്യയിലെ മറ്റ് വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരവും കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരവും തുലനം ചെയ്താൽ നമുക്കത് മനസ്സിലാകും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. നമ്മുടെ പഞ്ചായത്ത് എല്ലാ സ്കൂളുകൾക്കും വളരെയധികം കാര്യങ്ങൾ വിദ്യാർത്ഥി പ്രവർത്തനങ്ങളുമായി വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പാരന്റ് ടീച്ചറിനെ ആശംസ അർപ്പിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് ഇളകുന്നപ്പുഴ ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്രവേശനോത്സവം, അതിലുപരി വൈപ്പിൻ ഉപജില്ലയുടെ പ്രവേശനോത്സവം കൂടിയാണ് ഇന്നിവിടെ നടന്നത്. അപ്പോൾ ഇവിടുത്തെ 70ഓളം വരുന്ന കുട്ടികളുണ്ട്. ഇവിടുത്തെ അധ്യാപകർ, PTA എല്ലാവരുടെയും വളരെ നല്ല സജീവമായ സഹകരണത്തോടുകൂടി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം അഭിമാനിക്കുന്നു. ഇന്ന് 2 മാസത്തെ വേനലവധി കഴിഞ്ഞ് കുട്ടികൾ വളരെ പ്രതീക്ഷയോടെ അവരുടെ മാതാപിതാക്കൾ അവരെ വിദ്യാലയത്തിലേക്ക് ഇന്ന് അയച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്രയും ദിവസം വളരെ പ്രകൃതി പ്രതികൂലമായിരുന്ന ഒരവസ്ഥയിൽ ഇന്ന് പ്രകൃതി അനുകൂലമായി കുഞ്ഞുമക്കൾക്കായി വിരുന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കുട്ടികളെല്ലാവരും തന്നെ വളരെ സന്തോഷത്തിലാണ്. അവർ ഇന്നത്തെ വളരെ വർണ്ണശബളമായ ഇവിടെ സ്കൂളൊക്കെ വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷം തോന്നി ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.